ഈ പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. അതായത് ഞങ്ങൾ പല ഇലക്ഷൻ വാച്ച് ഗ്രൂപ്പുകളും ഡൽഹിയിലുണ്ട്. അവരൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ ഡേറ്റ മാനിപ്പുലേഷൻ സാധിക്കുന്നത് ഡീലിമിറ്റേഷൻ ഇല്ലാതെ തന്നെ, അതായത് EVM വഴി വോട്ട് ചെയ്യുമ്പോൾ ഓരോ ബൂത്തിലും ആർക്കൊക്കെ വോട്ട് ചെയ്തു, ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു, ആ പഞ്ചായത്ത്, ആ ബൂത്ത് ഒക്കെ അവർക്ക് കൃത്യമായി അറിയാൻ പറ്റും. അതായത് ഇതെല്ലാം ടാബുലേറ്റഡ് ആണ് കമ്പ്യൂട്ടറിൽ. അതാണ് ഡേറ്റ അനലൈസ് ചെയ്താൽ എവിടെയാണ് CPM ശക്തിയുള്ളത്, കോൺഗ്രസിന് ശക്തിയുള്ളത്, DMKക്കുള്ളത്, TMCക്കുള്ളതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അവിടെയാണ് അവരുടെ FIR-ഉം ഈ ഡേറ്റ മാനിപ്പുലേഷനും ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അതാണ് വളരെ സത്യം. ഇത് നമ്മൾ ജനങ്ങളോട് എങ്ങനെ വിശദമായി പറഞ്ഞു കൊടുക്കും എന്നുള്ളത് ജനാധിപത്യവാദികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. താങ്കൾ ഈ പറയുന്ന ഗ്രൂപ്പ് തലത്തിലാണ് ഇത് നടക്കുന്നത്. ഇത് എല്ലായിടത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് താങ്കൾ ഓർക്കുമെങ്കിൽ മമതയുടെ ഏജൻസിയായ പാക്കിനെ അവർ റെയ്ഡ് ചെയ്തു. ഓർമ്മയുണ്ടോ? താങ്കൾക്ക് അറിയാമല്ലോ. അത് വളരെ സൂക്ഷ്മമായ വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വലിയ ഒരു മാഫിയ ഓപ്പറേഷൻ, സൂക്ഷ്മതത്തിൽ നടക്കുന്ന മാഫിയ ഓപ്പറേഷനായി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കും. അവർ എപ്പോ വേണം ഇനി കേരളത്തിൽ ഒരു BJP സർക്കാർ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ അതുണ്ടാക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലാം ബാലറ്റ് പേപ്പറിലേക്ക് പോയത് കൊണ്ട് ഇതിന് പരിഹാരമാവില്ല. കാരണം എണ്ണുന്നത് മോഡിയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. നിങ്ങൾക്ക് മമതയ്ക്ക് വോട്ട് ചെയ്യാം, കോൺഗ്രസിന് വോട്ട് ചെയ്യാം. പക്ഷെ എണ്ണുന്നത് മോഡിയാണ്. അപ്പോ ആ ബലം പ്രഖ്യാപിക്കുമ്പോൾ മോഡി ജയിക്കും. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ, സാധാരണ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാം. ഇത് പരാജയപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ടും ജനങ്ങൾ കൂട്ടത്തോടെ എത്തി ബോധപൂർവം തിരുമിത്തുകയാണെങ്കിൽ അപ്പോഴും RSS BJP വലിയ ആക്രമണം അഴിച്ചുവിട്ടു. തീർച്ചയാണ്, അക്കാര്യം സംശയിക്കണ്ട. വിജയിച്ചാൽ ശാരീരിക ആക്രമണം അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. കാരണം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് പട്ടാളത്തെയും പോലീസിനെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് ബംഗാളിലും ആസാമിലും ഒരു സമാധാനം നിലനിർത്തിയതായി പ്രഖ്യാപിച്ച് അവർക്ക് കഴിയാം. പക്ഷെ ബംഗാളിൽ തോറ്റാൽ അപ്പുറത്ത് നിൽക്കുന്നവരും ചെറിയ ആളുകളല്ല. മമത ആസാമിൽ അത് ഉണ്ടായില്ലെങ്കിലും മമതയുടെ അണികൾ ഈ സമരത്തിന്റെ പ്രതികാരം തീർക്കാൻ ഈ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വിജയം ആഘോഷിക്കുന്നത് RSS അണികളുടെയും BJP അണികളുടെയും നേരെയായിരിക്കും. നമുക്ക് ബംഗാളിന്റെ ചരിത്രം അറിയാം. നിങ്ങൾ സംശുദ്ധര അല്ലെങ്കിൽ നമ്മളൊരു നിഷ്കളങ്കരെ പോലെ ബംഗാളിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയണ്ട. RSS BJP ബംഗാളിൽ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോഴും ചോരക്കളത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം. അത് വളരെ വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കേരളം അത് നമ്മളെ പോലെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് ചോദിക്കേണ്ടത്. ഇപ്പൊ എനിക്കും ചെറിയാനും കുഴപ്പമില്ല. ചെറിയാൻ ഡൽഹിയിലെ ഫ്ലാറ്റിൽ, ഞാൻ എടപ്പള്ളിയിലെ വീട്ടിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇതിന് ടിപ്പണി പറയുകയാണ്. പക്ഷെ അതല്ല അതിന്റെ പ്രശ്നം. എങ്ങനെ ഇത് പൊതു ഇന്ത്യയുടെ പ്രശ്നമാണ് വരുന്നത്. അത് പ്രസിഡന്റ്സ് റൂളിലേക്ക് കൂടി പോവാനുള്ള വഴിയുണ്ട്. അതായത് മമതാ ബാനർജി ജയിക്കുകയും അതിനുശേഷം അവിടെ അവിടെ ആക്രമണം അഴിഞ്ഞാടുകയും ചെയ്താൽ മോഡി, അമിത്ഷാ കൊണ്ടുവരും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം നമുക്കുണ്ടോ? അതോ കേരളത്തിലെ കാര്യം കാത്തിരിക്കാൻ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നതിന് PR നടത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാര് തോറ്റില്ലയോ എന്ന് അറിയാൻ വേണ്ടി പിണറായി? ഇങ്ങനെയാണ്. വളരെ വളരെ അരാഷ്ട്രീയമാണ് കേരളത്തിലെ അവസ്ഥ. താങ്കൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാക്കില്ല. നമ്മൾ പറയുന്ന ഈ രാഷ്ട്രീയത്തിന്റെ ഗൗരവം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. KC വേണുഗോപാലിന് എങ്ങനെയാണ് 2 പുസ്തകം പ്രസിദ്ധീകരിക്കുക? അപ്പൊ ഞാൻ ഇത് പറയുന്നത് ബംഗാളിൽ അത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഞാൻ പറയാമെന്ന് ശരിയല്ല, സിവിൽ കലാം, ആഭ്യന്തര യുദ്ധം. ഇത് ആഭ്യന്തര യുദ്ധം എന്ന വാക്ക് ഈ RSS ഇവിടെ അധികാരമേറ്റതിന് ശേഷം എപ്പോൾ വേണം സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ഉണ്ടാവാതിരിക്കുന്നത് ഈ വടക്കേ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്.
ബംഗാളിലും ഒരു പ്രബല ന്യൂനപക്ഷമാണ്. ഈ അവസ്ഥയിലായിരിക്കും. മമത ജയിക്കുകയും ചെയ്താൽ ഞങ്ങളുടെ വിജയമാണെന്ന് അവർ കരുതും. അപ്പൊ അവരും ഇത് ഹിന്ദുത്വ ഇടയിലും വർഗീയ ശക്തികളുണ്ട്. ഏത് മതത്തിലും വർഗീയവാദികൾ ഉണ്ടാവും, ഞാൻ പറയണ്ടല്ലോ. ഒരു മതമാണെങ്കിൽ അതിലൊരു വർഗീയവാദി ഉണ്ടാവും, അതിൽ തീവ്രവാദി ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വർഗീയവാദി തീവ്രവാദികളൊരു രാഷ്ട്രം ഭരിക്കുകയാണ്. അതാണ് നമ്മുടെ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഈ വരാനിരിക്കുന്ന വലിയ ഒരു ജനസോയിഡ് അല്ലെങ്കിൽ സിവിൽ വാർ സിറ്റുവേഷനെ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്. പിന്നീടാണ് താങ്കൾ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ വരുന്നത്, പിന്നീട് ഗുജറാത്തിൽ വരുന്നു. രാജ്യസഭയുടെ സ്വഭാവം മാറും. അതന്നെ. അല്ല സർ, അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ബംഗാളിൽ നടത്തിയ TMC വിമർശനത്തെ പൊതുവെ സോഷ്യൽ മീഡിയയിലെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിമർശിച്ചു. ഇത് സമയോചിതമല്ല, ഇങ്ങനെയൊരു പ്രസ്താവന TMCക്കെതിരെ നടത്തേണ്ടതല്ലായിരുന്നു എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. കാരണം ഇതാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾക്കൊക്കെ ഭാവന ചെയ്യാൻ കഴിയും എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വളരെ നിശ്ചിതമായി TMCയെ വിമർശിച്ചു ഇന്നലെ. അതെ, എന്നാൽ ചെറിയ ഒരു കാര്യം, നമുക്ക് രാഹുൽ ഗാന്ധിയുടെ ആ സ്ഥിതി അത്ര ഒരു നല്ല സ്ഥിതി അല്ലല്ലോ. കാരണം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകൻ കൊന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി അവിടെയും ദേശീയ ഐക്യത്തിന് വേണ്ടി മൗനം എന്ന് പറയുന്നത് കൊള്ളാം, കേൾക്കാം. പക്ഷെ അത് നമ്മളുടെ ഒരു അമിതമായിട്ടുള്ള ആഗ്രഹ ചിന്തയായിരിക്കും. രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഇവർ. അവർ ഫാസിസത്തെ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോഴും അവർ നിൽക്കുന്നത് കോൺഗ്രസ് അവിടെ സംഘടനാപരമായി വളരാൻ വേണ്ടി തീരുമാനിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ തൃണമൂൽ കാണിക്കേണ്ട മര്യാദ അവർ കാണിക്കേണ്ടതുണ്ട്. തൃണമൂലിന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് അല്ല. അപ്പോ അതിന്റെ ഒരു സംഘർഷത്തിന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ അത് നിൽക്കണം ഇനി അങ്ങോട്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന് 2, 3, 4 അല്ലെങ്കിൽ MLA ഉണ്ടെങ്കിൽ അവരുടെ നിലപാട് കൃത്യമായിരിക്കണം. CPMന്റെ MLA അവരുടെ നിലപാടും വരുന്ന കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് അതനുസരിച്ചുള്ള നിലപാട് ബംഗാളിൽ എടുക്കാൻ ഇവർ തയ്യാറാവണം. പിന്നീട് രാജ്യസഭാ അംഗത്വം കേരളം, ബംഗാൾ, തമിഴ്നാട് BJP പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യസഭയിൽ അവരുടെ ശക്തി ശോഷിക്കും, അതിവേഗം ശോഷിക്കും. അത് മോഡിയും ദോവലും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ്, താങ്കൾ അതിനോട് യോജിച്ചില്ല, ഇവിടെ കേരളത്തിലെ അത് വായിച്ച് പലരും എന്നോട് പിന്നെ പരിഹസിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ജയിച്ചാലും തോറ്റാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിനോടൊപ്പം മോഡിയും RSSും ഒരു ഇടക്കാല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശ്രമിക്കും. ഇതെനിക്ക് ഉറപ്പാണ്. കാരണം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഞങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടുന്നില്ല സ്ത്രീകളെ സഹായിക്കാൻ, ഞങ്ങൾക്ക് ഏക സിവിൽ കോഡ് ബാക്കിയുണ്ട്, ഈ ഏക സിവിൽ കോഡ് ഇനിയും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കാത്ത ഏക സിവിൽ കോഡ് കൂടി ഇറക്കി അതിന്റെ പേരിലുള്ള മുസ്ലിം വിരുദ്ധ കൺസോളിഡേഷൻ ഉണ്ടാക്കി ാണോ അതിന്റെ പകരം കണ്ടിട്ടുണ്ടോ? കുലിത്തിന് ശേഷം ഇന്ത്യയിലെ ഒരു ജനവിധി തേടാൻ RSS ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ശ്രമിക്കും. അതോടുകൂടി പിന്നെ പാർലമെന്റിന്റെ ഈ അവസരങ്ങളുമില്ല. ഏക തെരഞ്ഞെടുപ്പ്, ഏക രാഷ്ട്രം, ഏക പാർട്ടി എന്ന അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇതാണ് നല്ല അവസരമെന്ന് അവർ കണ്ടേക്കും. ജയിച്ചാലും തോറ്റാലും ഞാനതാ പറയും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കളിയിൽ കരുക്കളെല്ലാം അവരുടെ കയ്യിലാണ്. നമ്മളുടെ പലരുടെയും വിചാരം ഈ കളി തുല്യമായിട്ട് കളിക്കുകയാണ്. ഇത് നമ്മുടെ പണ്ട് നമ്പൂതിരിക്കുട്ടിയും പുലയക്കുട്ടിയും ഒരുമിച്ച് ഗോലി കളിക്കും. നമ്പൂതിരിക്കുട്ടി തോൽക്കു എന്ന് പറയുമ്പോൾ അവന്റെ ഗോലികൾ വാങ്ങി ഒറ്റ പോക്കാണ് തിരുമേനി. പിന്നെ കളി എവിടെ? അപ്പോൾ ഇതുപോലത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള അത് മനസ്സിലാക്കാനുള്ള എളിമ സായുധ ശക്തികളെല്ലാം RSSന്റെ കൂടെയാണ്. സുപ്രീം കോടതി മുതൽ ഹൈക്കോടതികൾ വരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ
ഒരു വൃത്തികേടിന് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ മറുപടി നൽകിയിട്ടില്ല. അവർ നിയമിച്ച ട്രിബ്യൂണൽ നടക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള ഉള്ള ശക്തി പോലും ഇല്ലാത്ത സുപ്രീം കോടതിയും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും പട്ടാളവും പോലീസും വച്ചുകൊണ്ട് അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മളതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടി പോലും അവർക്ക് ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇന്ത്യയിലത്തെ ഇന്നത്തെ ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ ഏറ്റവും അടുത്ത അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശ് ഇലക്ഷനോടൊപ്പം ഈ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, ഏക രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുവരിക, ഏക സിവിൽ കോഡ്, ഈ പറയുന്ന അപ്പോഴും ഈ അമേരിക്കയുമായി അപ്പോൾ വേറൊരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് നീട്ടി വച്ചിരിക്കുന്ന കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇല്ല. ഇതൊന്നും ആരും ഇവിടെ രാഷ്ട്രീയ ചർച്ചകളിൽ ഞാൻ കേൾക്കാറില്ല. അന്തിച്ചർച്ചയിൽ ഈ ആളുകൾ ഇത് പറയുമ്പോൾ ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. കമേഴ്സ്യൽ സിലിണ്ടറിന്റെ വില കൂടാൻ പോകുന്നു, പൈപ്പ് ഗ്യാസിന്റെ വില പോകുന്നു, നഗരങ്ങള് ആകാൻ പോകുന്നു. ഇപ്പോൾ തന്നെ സാധാരണ തൊഴിലാളികൾ ആദ്യമായി ഇന്ത്യൻ ചരിത്രത്തിൽ തൊഴിലാളികൾ സ്വയം കലാപത്തിന് ചെയ്യുന്നു. നക്സൽബാരിയിൽ പോലും കലാപം കർഷകരുടെയും ആദിവാസികളുടെയായിരുന്നു. ഇന്ത്യയുടെ സ്വതന്ത്ര ചരിത്രത്തിൽ ആധുനിക തൊഴിലാളികൾ എന്ന് പറയാകുന്ന ആളുകൾ, ഇമിഗ്രന്റ് വർക്കേഴ്സ്, ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ വില കൂടുതൽ ചോദിച്ച് കലാപം ചെയ്യുന്നു, കല്ലെറിയുന്നു, ബസ് കത്തിക്കുന്നു, ഫാക്ടറി കത്തിക്കുന്നു. ഇത് ഇന്ത്യയുടെ പ്രതിസന്ധിയുടെ ഭാഗമല്ലേ? ഇനി അത് കൂടാൻ പോവുകയല്ലേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ? ഇതിനെല്ലാം കൂടി വന്നിരിക്കുന്ന അവസരത്തിന് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഫാസിസ്റ്റുകളുടെ ഉത്തരം കൂടുതൽ ഏകാധിപത്യം, കൂടുതൽ മുസ്ലിം വിരുദ്ധൻ എന്നായിരിക്കും. അതാണ് എനിക്കും തോന്നുന്നത്. അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവരുടെ അജണ്ട മുന്നോട്ട് നീക്കും. അതിലൂടെ അവർക്ക് അധികാരം പിടിച്ച് എടുക്കാം എന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ചെറിയ മറ്റേ ഇതിന്റെ വിളയുടെ വിലയും കൂടില്ലേ? കാർഷിക വിളയുടെ വളത്തിന്റെ വില കൂടില്ലേ? വളത്തിന്റെ വില പിടിച്ചു നിർത്തിയിരിക്കുകയല്ലേ നൈട്രജൻ. അപ്പൊ ഇന്ത്യയിലെ കർഷകർക്ക് ഇനി എന്തെങ്കിലും ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? ഈ അമേരിക്കയുമായിട്ടുള്ള കച്ചവടവും ഉറപ്പിച്ചിട്ട് ഈ വിലയും നമുക്ക് നൈട്രജന് കൊടുക്കണം, പിന്നെ ഫെർട്ടിലൈസറിന് കൊടുക്കണമെങ്കിൽ ഇന്ത്യയുടെ വ്യവസായ രംഗം മാത്രമല്ല ഈ കാർഷിക രംഗവും വലിയ കലാപത്തിലേക്ക് നീങ്ങില്ലേ? അപ്പോൾ ഇത് അവർക്കറിയാം. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വളരെ ക്രിട്ടിക്കൽ ആകുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്തിരിക്കും എന്ന് ജനങ്ങൾ മാത്രമല്ല ചെറിയാൻ, പ്രതിപക്ഷ കക്ഷികൾ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് ജനങ്ങൾ അനുഭവിക്കും. രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കുക തന്നെ വേണം. RSS മനസ്സിലാക്കിക്കൊണ്ടാണ് നീങ്ങാൻ പോകുന്നത്. ഇന്ത്യ ബ്ലോക്ക് ജനാധിപത്യ അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവരെ ജനങ്ങളിൽ നിന്നും ദൂരെ പോകേണ്ടി വരും, അധികാരത്തിൽ നിന്നും ദൂരെ നിൽക്കേണ്ടി വരും. അതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് നോക്കാം. വളരെ നിർണായകമാണ്. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും. താങ്ക് യു.